മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്തെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒന്നൊന്നര പ്രസംഗം നടത്തിയിരിക്കുന്നു. അതിന്റെ പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വായിച്ചു കേൾപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഇതൊന്നും പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തി മലയാളികളിലേക്ക് എത്തിച്ചിട്ടില്ല. ഈ സമയം വരെ അവരെത്തിക്കുകയുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരുപാട് തിരുമൊണ്ണകള് കോൺഗ്രസ് വനിതാ സംവരണ ബില്ലിനെതിരെ വിജയിച്ചോ, പ്രതിപക്ഷം വിജയിച്ചോ എന്ന് പറഞ്ഞ് ആ വാർത്തയാണല്ലോ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? രാജ്യത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് കോൺഗ്രസ് മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഒന്നൊന്നര പ്രസംഗം തന്നെയാ. ഞാൻ അതിന്റെ പരിഭാഷ വായിച്ചേൽപ്പിക്കാം. രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം പെൺകുട്ടികൾ ഏറ്റെടുത്ത് രാജ്യത്തുടനീളം കോൺഗ്രസിനെതിരെ പ്രതിഷേധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും ഇതിന്റെ പരിപൂർണ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് ഞാൻ രാജ്യത്തെ അമ്മമാരോടും സഹോദരിമാരോടും പെൺമക്കളോടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വന്നിരിക്കുന്നു. ഇതിന് ഇന്ത്യയിലെ ഓരോ പൗരനും സാക്ഷ്യം വഹിക്കുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ ശക്തി പറന്നുയരുന്നത് എങ്ങനെ തടഞ്ഞു? അവരുടെ സ്വപ്നങ്ങൾ എങ്ങനെ ക്രൂരമായി തകർക്കപ്പെട്ടു? ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടും വിജയിച്ചില്ല. നാരി ശക്തി വന്ദൻ നിയമത്തിന്റെ ഭേദഗതി പരാജയപ്പെട്ടു. എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും ഞാൻ ഇതിന് ക്ഷമ ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ദേശീയ താല്പര്യം പരമപ്രധാനമാണ്. എന്നാൽ ചില ആളുകൾക്ക് പാർട്ടി താല്പര്യം എല്ലാം ആയിത്തീരുമ്പോൾ, പാർട്ടി താല്പര്യം ദേശീയ താല്പര്യത്തെക്കാൾ വലുതാകുമ്പോൾ സ്ത്രീശക്തി ദേശീയ താല്പര്യം തോറ്റുപോകും. ഇത്തവണയും ഇതാണ് സംഭവിച്ചത്. കോൺഗ്രസ്, DMK, TMC, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ രാജ്യത്തെ സ്ത്രീകൾ സ്വാർത്ഥ രാഷ്ട്രീയത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചു. സുഹൃത്തുക്കളെ, ഇന്നലെ രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ പാർലമെന്റ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എനിക്കും അത് കണ്ടപ്പോൾ അത്യന്തം ദുഃഖം തോന്നി. ഈ വനിതാക്ഷേമ നിർദ്ദേശം പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് പോലുള്ള രാജവംശ പാർട്ടികൾ DMK, TMC, SP ആർപ്പ് വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത ഈ ആളുകൾ മേശയിൽ ഇടിക്കുകയായിരുന്നു അവർ ചെയ്തത്. മേശയിൽ ഇടിക്കുക മാത്രമല്ല ചെയ്തത്, അത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള ആക്രമണമായിരുന്നു. സ്ത്രീകളെല്ലാം മറക്കുന്നു, പക്ഷെ അവർ ഒരിക്കലും അവരുടെ അപമാനങ്ങൾ മറക്കില്ല. അതുകൊണ്ട് പാർലമെന്റിൽ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും പെരുമാറ്റത്തിന്റെ വേദന എല്ലാ സ്ത്രീകളുടെയും ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കും. രാജ്യത്തെ ഒരു സ്ത്രീ തന്റെ മണ്ഡലത്തിലെ ഈ നേതാക്കളെ കാണുമ്പോഴെല്ലാം ഈ ആളുകൾ തന്നെ, ഇതേ ആളുകൾ തന്നെയാണ് പാർലമെന്റിൽ വനിതാ സംവരണം തടഞ്ഞത്, ആഘോഷിച്ചത് എന്ന് ഓർക്കും. അവർ ആഘോഷിച്ചു. ഇന്നലെ പാർലമെന്റിൽ നാരി ശക്തി വന്ദൻ ഭേദഗതിയെ എതിർത്ത പാർട്ടികളോട് ഞാൻ അവരോട് തുറന്നു പറയും, ഈ ആളുകൾ സ്ത്രീ ശക്തിയെ നിസ്സാരമായി കാണുന്നു. അവർ അത് മറക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ രാജ്യത്തെ എല്ലാ സംഭവങ്ങളിലും ശ്രദ്ധാലുവാണെന്ന് അവരുടെ ഉദ്ദേശ്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നു. സത്യവും അതാണ്. അവൾക്കത് നന്നായി അറിയാം. അതുകൊണ്ട് വനിതാ സംവരണത്തെ എതിർത്തതിന്റെ പാപം പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവർ അതിന് ശിക്ഷിക്കപ്പെടും. ഈ പാർട്ടികൾ ഭരണഘടനയുടെ സ്ഥാപക പിതാക്കന്മാരുടെയും പൊതുജനങ്ങളുടെയും വികാരങ്ങളെ അവർ അപമാനിച്ചു. ഇതിനുള്ള ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, സഭയിൽ നാരി ശക്തി വന്ദൻ ഭേദഗതി ആരിൽ നിന്നും ഒന്നും എടുത്തു കളയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. അത് എല്ലാവർക്കും എന്തെങ്കിലും നൽകുന്നതിനായിരുന്നു നാരി ശക്തി വന്ദൻ ഭേദഗതി. 40 വർഷമായി മുടങ്ങിക്കിടന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുന്നതിനായിരുന്നു ഇത്. 2029 അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നതിനായിരുന്നു നാരി ശക്തി വന്ദൻ ഭേദഗതി. അവർക്കൊരു പുതിയ അവസരം നൽകുന്നതിനായിരുന്നു.
അവരുടെ പാതയിൽ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്ന മഹത്തായ ദൗത്യമായിരുന്നു അത്. രാജ്യത്തെ ജനസംഖ്യയുടെ 50% പേർക്ക്, അതായത് ജനസംഖ്യയുടെ പകുതി പേർക്ക് അവകാശങ്ങൾ നൽകുക. സത്യസന്ധതയോടും വ്യക്തമായ ഉദ്ദേശങ്ങളോടും കൂടി നടത്തിയ ഒരു പുണ്യശ്രമമായിരുന്നു അത്. ഇന്ത്യയുടെ വികസന യാത്രയിൽ സ്ത്രീകളെ സഹയാത്രികരാക്കാനുള്ള ശ്രമമായിരുന്നു അത്. എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത്. നാരീശക്തി വന്ദൻ ഭേദഗതി കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നാരീശക്തി വന്ദൻ ഭേദഗതി വടക്ക് തെക്ക് കിഴക്കും പടിഞ്ഞാറും എല്ലാ സംസ്ഥാനങ്ങളുടെയും ശക്തി ഒരുപോലെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത്. പാർലമെന്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ശബ്ദങ്ങൾ ശാക്തീകരിക്കാനുള്ള ശ്രമമായിരുന്നു അത്. സംസ്ഥാനം ചെറുതോ വലുതോ ആകട്ടെ, സംസ്ഥാനത്ത് ജനസംഖ്യ കുറവോ ഉയർന്നതോ ആകട്ടെ, എന്നാൽ ഈ സത്യസന്ധമായ ശ്രമം കോൺഗ്രസ് പരാജയപ്പെടുത്തി മുഴുവൻ രാജ്യത്തിന്റെയും മുന്നിൽ സഭയിൽ അവർ ഭ്രൂണഹത്യ നടത്തി. കോൺഗ്രസ്, TMC, സമാജ്വാദി പാർട്ടി, DMK പോലുള്ള പാർട്ടികൾ ഈ ഭ്രൂണഹത്യക്ക് കുറ്റക്കാരാണ്. 46 വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കുറ്റവാളി കോൺഗ്രസ് പാർട്ടിയാണ്. സുഹൃത്തുക്കളെ, വനിതാ സംവരണം എന്ന വിഷയം തന്നെ കോൺഗ്രസ് വെറുക്കുന്നു. അവർ എപ്പോഴും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. വനിതാ സംവരണം നിർത്താൻ ഈ ദിശയിൽ ശ്രമങ്ങൾ നടന്നപ്പോഴെല്ലാം കോൺഗ്രസ് എപ്പോഴും അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണയും കോൺഗ്രസും സഖ്യകക്ഷികളും ഒന്നിനു പുറകെ ഒന്നായി നുണകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വനിതാ സംവരണം നിർത്താൻ ചിലപ്പോൾ കണക്കുകൾ ഉപയോഗിച്ച്, ചിലപ്പോൾ മറ്റു വഴികളിലൂടെ കോൺഗ്രസും സഖ്യകക്ഷികളും രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പാർട്ടികൾ ഇന്ത്യയിലെ സ്ത്രീശക്തിയുടെ മുന്നിൽ അവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടി. അവർ മുഖം മൂടി അഴിച്ചു മാറ്റി. സുഹൃത്തുക്കളെ, കോൺഗ്രസ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെറ്റ് തിരുത്തുമെന്ന് ഞാൻ വ്യക്തിപരമായി പ്രതീക്ഷിച്ചു. കോൺഗ്രസ് അതിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യും. പക്ഷേ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കോൺഗ്രസ് തന്നെ അതിന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി. ഒരു പരാജയത്തെ പോലെ കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുടെ പുറകിൽ കയറി സ്വയം ജീവൻ നിലനിർത്തുന്നു. എന്നാൽ പ്രാദേശിക പാർട്ടികളുടെ ശക്തി വർദ്ധിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഭേദഗതിയെ എതിർത്തത്. നിരവധി പ്രാദേശിക പാർട്ടികളുടെ ഭാവി ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, TMCയും മറ്റു പാർട്ടികളും വർഷങ്ങളായി എല്ലായ്പ്പോഴും ഒരേ ന്യായീകരണങ്ങളും വാദങ്ങളും ഉന്നയിക്കുന്നു. അവർ സ്ത്രീകളുടെ അവകാശങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഈ വൃത്തികെട്ട രാഷ്ട്രീയ രീതി രാജ്യം ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ പിന്നിലെ കാരണവും മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരി സഹോദരന്മാരെ, നാരീശക്തി വന്ദൻ നിയമത്തിനെതിരായ എതിർപ്പിന്റെ ഒരു പ്രധാന കാരണം ഈ രാജവംശ പാർട്ടികളോടുള്ള ഭയമാണ്. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടാൽ ഈ രാജവംശ പാർട്ടികളുടെ നേതൃത്വം അപകടത്തിലാകുമെന്ന് അവർ ഭയപ്പെടുന്നു. കുടുംബത്തിന്റെ പുറത്തുള്ള സ്ത്രീകൾ ഒരിക്കലും പുരോഗമിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ലോക്സഭയിലും വിധാനസഭകളിലും പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട്. അവർ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹമുണ്ട്. കുടുംബാധിഷ്ഠിതരായ ആളുകൾക്കുള്ളിൽ അവർക്കൊരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നു. അതിർത്തി നിർണയത്തിന് ശേഷം സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. സ്ത്രീകളുടെ നിലവാരം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഈ ആളുകൾ നാരീശക്തൻ വന്ദൻ ഭേദഗതിയെ എതിർത്തത്. രാജ്യത്തെ സ്ത്രീശക്തി കോൺഗ്രസിനോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഈ പാപത്തിന് അവരുടെ സഖ്യകക്ഷികളും, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും ഭരണകക്ഷിക്കെതിരെ സെമി മെഡിക്കൽ വയലൻസ് ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വ്യാജേന അവർ വിഭജനത്തിന്റെ തീ ആളിക്കത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭിന്നിപ്പിച്ച് ഭരിക്കുക കോൺഗ്രസിന് ഈ രാഷ്ട്രീയം ബ്രിട്ടീഷുകാരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതാണ്. കോൺഗ്രസ് ഇന്നും അതിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് അതിർത്തി നിർണയം എന്ന നുണ പ്രചരിപ്പിച്ചത്. ചില സംസ്ഥാനങ്ങൾക്ക് പിന്നാക്കാവസ്ഥയുണ്ടാകും
നൽകുമെന്നാണ് ആദ്യ ദിവസം മുതൽ തന്നെ സർക്കാർ ഓരോ സംസ്ഥാനത്തിന്റെയും പങ്കാളിത്ത അനുപാതം വ്യക്തമാക്കിയിട്ടുണ്ട്. ആരുടെയും പ്രാതിനിധ്യം കുറയില്ല, പകരം അത് വർദ്ധിക്കും. എന്നിട്ടും കോൺഗ്രസ്, DMK, TMC, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു. സുഹൃത്തുക്കളെ, ഈ ഭേദഗതി ബില്ല് എല്ലാ പാർട്ടികൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു അവസരമായിരുന്നു. ഈ ബില്ല് പാസ്സായിരുന്നെങ്കിൽ തമിഴ്നാട്, ബംഗാള്, ഉത്തർപ്രദേശ്, കേരളം എന്നിവിടങ്ങളിലെ ഓരോ സംസ്ഥാനത്തിന്റെയും സീറ്റുകൾ വർദ്ധിക്കുമായിരുന്നു. ഈ പാർട്ടികൾ സ്വന്തം സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും വഞ്ചിച്ചു. ഉദാഹരണത്തിന്, കൂടുതൽ പേരെ MP-മാരായും MLA-മാരായും തിരഞ്ഞെടുക്കാൻ DMK-ക്ക് അവസരം ലഭിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ ശബ്ദം ശക്തിപ്പെടുത്താമായിരുന്നു. പക്ഷെ അത് ആ അവസരം നഷ്ടപ്പെടുത്തി. TMC-ക്കും ബംഗാളിലെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ TMC-യും ആ അവസരം നഷ്ടപ്പെടുത്തി. സ്ത്രീ വിരുദ്ധരാണെന്ന കളങ്കം കുറയ്ക്കാനുള്ള അവസരം സമാജ്വാദി പാർട്ടിക്കും ലഭിച്ചു. പക്ഷേ SPയും അത് നഷ്ടപ്പെടുത്തി. സമാജ്വാദി പാർട്ടി ലോഹിയജിയെ ഇതിനകം മറന്നു. SP നാരി ശക്തി ബന്ധൻ ഭേദഗതിയെ ചവിട്ടി മെതിച്ചു, അതിനെ എതിർത്തു. SP വനിതാ സംവരണത്തിന് എതിരാണ്. ഉത്തർപ്രദേശിലെയും രാജ്യത്തെയും സ്ത്രീകൾ ഇത് ഒരിക്കലും മറക്കില്ല. സുഹൃത്തുക്കളെ, വനിതാ സംവരണത്തെ എതിർക്കുന്നതിലൂടെ കോൺഗ്രസ് വീണ്ടും ഒരു കാര്യം തെളിയിച്ചു. കോൺഗ്രസ് ഒരു പരിഷ്കരണ വിരുദ്ധ പാർട്ടിയാണ്. 21ാം നൂറ്റാണ്ടിലെ വികസിത ഇന്ത്യക്ക് എന്ത് തീരുമാനവും എന്ത് പരിഷ്കാരവും ആവശ്യമായാലും രാജ്യം എന്ത് തീരുമാനമെടുത്താലും കോൺഗ്രസ് അവയെല്ലാം എതിർക്കുന്നു. അത് അവയെ നിരസിക്കുന്നു. അത് ആ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇത് കോൺഗ്രസിന്റെ നെഗറ്റീവ് രാഷ്ട്രീയമാണ്. സുഹൃത്തുക്കളെ, ജൻധൻ, ആധാർ, മൊബൈൽ എന്നിവയെ എതിർത്ത അതേ കോൺഗ്രസ് തന്നെയാണ് ഇത് സ്ത്രീ ശാക്തീകരണം, ഡിജിറ്റൽ പേയ്മെന്റുകളെ കോൺഗ്രസ് എതിർത്തു. കോൺഗ്രസ് GSTയെ എതിർത്തു. ജനറൽ വിഭാഗത്തിലെ ദരിദ്രർക്കുള്ള സംവരണത്തെ കോൺഗ്രസ് എതിർത്തു. കോൺഗ്രസ് മുത്തലാഖിനെതിരായ നിയമത്തെ എതിർത്തു. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനെ കോൺഗ്രസ് എതിർത്തു. നമ്മുടെ ഭരണഘടന, നമ്മുടെ കോടതികൾ, ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് അതും എതിർക്കുന്നു. കോൺഗ്രസ് അതിനെ എതിർക്കുന്നു. പരിഷ്കരണത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധ പ്ലക്കാർഡുകളുമായി ഓടുന്നു. ഏതൊരു പ്രവൃത്തിയും രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു. അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസ് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കുന്നു. കോൺഗ്രസ് ഒരു രാഷ്ട്രം, ഒരു തിരഞ്ഞെടുപ്പിനെ എതിർക്കുന്നു. രാജ്യത്ത് നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിനെ കോൺഗ്രസ് എതിർക്കുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനെ കോൺഗ്രസ് എതിർക്കുന്നു. കോൺഗ്രസ് SIR-നെ എതിർക്കുന്നു. സ്റ്റേറ്റ് ബോർഡിലെ പരിഷ്കരണത്തെ കോൺഗ്രസ് എതിർക്കുന്നു. സുഹൃത്തുക്കളെ, അഭയാർത്ഥികൾക്ക് സംരക്ഷണം നൽകുന്ന CAA നിയമത്തെ പോലും കോൺഗ്രസ് എതിർത്തു. അവർ നുണ പറയുകയും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയും തുടർന്ന് രാജ്യത്ത് ഒരു കോലാഹലം സൃഷ്ടിക്കുകയും ചെയ്തു. നക്സലൈറ്റ് ആക്രമണം അവസാനിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ കോൺഗ്രസ് തടസ്സപ്പെടുത്തുന്നു. കോൺഗ്രസ് എപ്പോഴും ഇതേ രീതിയാണ് പിന്തുടർന്നത്. ഏതെങ്കിലും പരിഷ്കരണം നിർദ്ദേശിക്കപ്പെടുമ്പോൾ അവർ നുണ പറയുകയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. കോൺഗ്രസ് എപ്പോഴും ഈ നിഷേധാത്മക പാതയാണ് തിരഞ്ഞെടുത്തത്. സുഹൃത്തുക്കളെ, രാജ്യത്തിന് ആവശ്യമായ എന്ത് നടപടിയും കോൺഗ്രസ് അത് മറച്ചു വെക്കുന്നു. ഈ കോൺഗ്രസ് മനോഭാവം കാരണം ഇന്ത്യ അർഹിക്കുന്ന വികസനത്തിന്റെ ഉന്നതിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യ സമയത്ത് മറ്റു പല രാജ്യങ്ങളും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി. അവരിൽ ഭൂരിഭാഗവും നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. ഇതിനുള്ള കാരണം കോൺഗ്രസ് എല്ലാ പരിഷ്കാരങ്ങളും നിർത്തിവെച്ചു എന്നതാണ്. കാലതാമസം വരുത്തൽ, ശ്രദ്ധ തിരിക്കുന്ന തടസ്സപ്പെടുത്തൽ, ഇതാണ് കോൺഗ്രസിന്റെ തത്വം. ഇതാണ് കോൺഗ്രസിന്റെ പ്രവർത്തന സംസ്കാരം. കോൺഗ്രസ് അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളെ വൈകിപ്പിച്ചു. പാകിസ്ഥാനുമായുള്ള ജലവിഭജന തർക്കങ്ങൾ
കോൺഗ്രസ് വൈകിപ്പിച്ചു. കോൺഗ്രസ് 40 വർഷത്തേക്ക് OBC സംവരണ തീരുമാനം മാറ്റിവെച്ചു. കോൺഗ്രസ് സൈനികർക്കുള്ള 1 റാങ്ക് 1 പെൻഷൻ 40 വർഷം തടഞ്ഞുവെച്ചു. സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ ഈ മനോഭാവം എല്ലായ്പ്പോഴും രാജ്യത്തിന് വലിയ ദോഷം വരുത്തിയിട്ടുണ്ട്. എല്ലാ എതിർപ്പുകളുടെയും അനന്തരഫലങ്ങൾ രാജ്യം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ അനിശ്ചിതത്വവും കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ വഞ്ചനയും തന്ത്രവും രാജ്യത്തിന്റെ തലമുറകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ കോൺഗ്രസിന്റെ ഈ കാലഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പോരാട്ടം ഒരു നിയമത്തെക്കുറിച്ച് മാത്രമല്ല. ഈ പോരാട്ടം നിഷേധാത്മക നിറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ പരിഷ്കരണ വിരുദ്ധ മാനസികാവസ്ഥയ്ക്ക് എതിരെയാണ്. എനിക്ക് സംശയമില്ല, രാജ്യത്തെ എല്ലാ സഹോദരിമാരും പെൺമക്കളും ഈ കോൺഗ്രസ് മാനസികാവസ്ഥയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്നതിൽ ഞാൻ ചെയ്യും. സുഹൃത്തുക്കളെ, ചില ആളുകൾ രാജ്യത്തെ സ്ത്രീകളുടെ സ്വപ്നങ്ങൾ തകരുന്നത് സർക്കാരിന്റെ പരാജയമാണെന്ന് വിളിക്കുന്നു. എന്നാൽ വിജയത്തിന്റെ ഈ വിഷയം അല്ലെങ്കിൽ പരാജയം ക്രെഡിറ്റിനെ കുറിച്ചല്ല. പകുതി ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പാർലമെന്റിലും പറഞ്ഞു. ഞാനൊരു പരസ്യം പ്രസിദ്ധീകരിച്ച എല്ലാ പ്രതിപക്ഷ അംഗങ്ങൾക്കും ക്രെഡിറ്റ് നൽകും. എന്നാൽ സ്ത്രീകളെ ഇടുങ്ങിയ കാഴ്ചപ്പാടുകളോടെ കാണുന്നവർ ഇപ്പോഴും അവരുടെ നുണകളിൽ ഉറച്ചു നിൽക്കുന്നു. സുഹൃത്തുക്കളെ, സ്ത്രീ പങ്കാളിത്തത്തിനായുള്ള പോരാട്ടം പതിറ്റാണ്ടുകളായി തുടരുന്നു. വർഷങ്ങളായി ഇതിനായി പരിശ്രമിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. നിരവധി സ്ത്രീകൾ ഈ വിഷയം എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്. നിരവധി സഹോദരിമാർ കത്തിലൂടെ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാജ്യത്തെ അമ്മമാരെ, സഹോദരിമാരെ, പെൺമക്കളെ, ഇന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും ദുഃഖിതരാണ്. ഞാനും നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ ദുഃഖിതനാണ്. ഇന്ന് പോലും ബിൽ പാസ്സാക്കാൻ ആവശ്യമായ 66% ഞങ്ങൾക്ക് ലഭിച്ചില്ലായിരിക്കാം. പക്ഷേ രാജ്യത്തിന്റെ 100% സ്ത്രീ ശക്തി ഞങ്ങളെ അനുഗ്രഹിച്ചുവെന്ന് എനിക്കറിയാം. രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ഞാൻ ഉറപ്പ് നൽകുന്നു, വനിതാ സംവരണത്തിന് തടസ്സമാകുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങൾ ഇല്ലാതെയാക്കും. ഞാനത് നീക്കം ചെയ്യും. ഞങ്ങളുടെ ആവേശം ഉയർന്നതാണ്. ഞങ്ങളുടെ ധൈര്യം അചഞ്ചലമാണ്. ഞങ്ങളുടെ ദൃഢനിശ്ചയവും അചഞ്ചലവുമാണ്. വനിതാ സംവരണത്തെ എതിർക്കുന്ന പാർട്ടികൾക്ക് ഒരിക്കലും അവരുടെ പങ്കാളിത്തം തടയാൻ കഴിയില്ല. ഞങ്ങൾ സമയത്തിനായി കാത്തിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം BJP NDAയുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി തുടരുന്നു. ഇന്നലെ ഞങ്ങൾ സഖ്യം കുറവായിരുന്നു, എന്നാൽ അതിനർത്ഥം ഞങ്ങൾ തോറ്റു എന്നല്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം അചഞ്ചലമാണ്. ഞങ്ങളുടെ ശ്രമങ്ങൾ നിലയ്ക്കില്ല. ഞങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ജനസംഖ്യയുടെ പകുതിയോളം പേരുടെയും സ്വപ്നങ്ങൾക്കായി ഈ ദൃഢനിശ്ചയം നാം നിറവേറ്റണം, രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയും. അപ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതാ. ഇത് രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ, രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വിവേകമുള്ള ഓരോ പെൺകുട്ടിയും, പുതുതലമുറ മുതൽ അമ്മമാര് വരെ ഓരോ സ്ത്രീകളും വിവേകമുള്ളവർ ഇത് ചർച്ച. എന്തിനാണ് ഞങ്ങളെ പരാജയപ്പെടുത്തി രാജ്യത്തെ പ്രതിപക്ഷം കൈയടിക്കുന്നത്? ഞങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് രാജ്യത്തെ പ്രതിപക്ഷം മുറിവേൽപ്പിച്ചത്. ഇതിനു മറുപടി രാജ്യത്തെ സ്ത്രീകൾ നൽകും. ഒരു തർക്കവും വേണ്ട. ഈ പ്രസംഗമൊക്കെ ഈ രാജ്യത്തെ സ്ത്രീകൾ, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ, രാഷ്ട്രീയ പാർട്ടിയോ മതമോ ഒന്നുമില്ലാതെ വിവേകമുള്ള സകല സ്ത്രീകളും ഇതിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈയടിക്കുമെന്നുള്ളതിനൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട. ഇതൊന്നും പരിഭാഷപ്പെടുത്താതെ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ടു പോകുന്ന ആ നെറികേടും സകല മലയാളികളും തിരിച്ചറിയുക.